വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും സിദ്ധുവിൻ്റെ റീ എൻട്രീനെ കുറിച്ചും സിദ്ധു എന്തുകൊണ്ടാണ് ഉപ്പുമുളകിൽ ഇപ്പോൾ അർജൻറ്റായിട്ട് വരേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ സീസൺ 2 മുതൽ, അതായത് സീസൺ 2 തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു റീ എൻട്രി അത് സിദ്ധുവിൻ്റെയാണ്. സീസൺ 2 തന്നെ ഉണ്ടായിട്ട് തന്നെ ഇല്ല, സീസൺ 3 ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും എന്ന രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തിനകം തന്നെ ആ ഒരു ക്യാരക്ടർ ഉപ്പുമുളകിലോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവരുടെ ക്യാരക്ടറുടെ റീ എൻട്രി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫേസിൽ ഉപ്പുമുളകും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഉപ്പുമുളകിൽ ഇപ്പോൾ മേജർ 3 ആർട്ടിസ്റ്റുകളില്ല. അതിൽ മുടിയൻ എന്നൊരു കഥാപാത്രത്തെ ഒട്ടാകെ ഒഴിവാക്കിയിരിക്കുകയാണ്. വെറും 4 മക്കൾ എന്ന രീതിക്ക് മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ശിവാനി ചെന്നൈയിൽ പഠിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് ശിവാനി ഉപ്പുമുളകിൽ നിന്നൊരു ഒരു ചെറിയൊരു ലീവ് എടുത്തിരിക്കുകയാണ്. പാറക്കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന്, പാറക്കുട്ടി വേറൊരു ഷൂട്ടിങ്ങിലാണ് നമുക്ക് അവസാനം അറിയുന്ന അപ്ഡേറ്റ്. ഇതുവരെ ഉപ്പുമുളകിൽ ജോയിൻ ചെയ്തിട്ടില്ല പാറക്കുട്ടിയും. അപ്പോൾ ഇങ്ങനെ 3 മേജർ കഥാപാത്രങ്ങൾ ഇല്ലാതെയാണ് ഉപ്പുമുളകും സീസൺ 3 ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പകരം ഗൗരിയും ശ്രീകുട്ടനും ബാലു, നീലും, ലച്ചും, കേശുവും മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറും 6 കഥാപാത്രങ്ങളെ വെച്ച് മാത്രമാണ് ഇപ്പോൾ എപ്പിസോഡുകൾ നീണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് നമുക്കറിയാം റിപ്പീറ്റഡ് കണ്ടൻറ്റ്സ് ഒരുപാട് വരുന്നുണ്ട്. അതായത് ശ്രീകുട്ടൻ്റെ ബിസിനസ്സിനെ ചൊല്ലിപ്പറ്റിയിട്ടുള്ള അങ്ങനത്തെ കണ്ടൻറ്റുകളൊക്കെയാണ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി ഉപ്പുമുളകിൽ ആർട്ടിസ്റ്റുകൾ കുറവാണ്. വെറും ഉള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് സെയിം കണ്ടൻറ്റ് തന്നെയാണ് റിപ്പീറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് സിദ്ധു പോലത്തെ ഒരു കഥാപാത്രം വരേണ്ടതും. നമുക്കറിയാം ആർട്ടിസ്റ്റുകളുടെ കുറവ് കാരണം കൺമണി എന്നൊരു കഥാപാത്രത്തെയും കൂടി ഉപ്പുമുളകിലോട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശിവാനി എന്നൊരു ക്യാരക്ടറുടെ അപാകത കാരണമാണ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ഏജ് കാറ്റഗറിയിൽ തന്നെ മറ്റൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡൗൺഫാൾ, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ മുളകൊന്ന് സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു കഥാപാത്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുടിയനില്ല എല്ലാ കംപ്ലയിൻസും, അതായത് ഇപ്പോൾ നിലവിലുള്ള എല്ലാ കംപ്ലയിൻസും എന്തിനേറെ നന്ദൂട്ടിക്ക് വരുന്ന മിക്സഡ് റിവ്യൂസ് പോലും ചിലപ്പോൾ സിദ്ധു വന്നാൽ മാറാൻ ഹൈലി ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ് സമയം ഉപ്പുമുളകിലേക്ക് സിദ്ധു എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവരാനുള്ളത്. പിന്നെ കുറേ പേർക്ക് ഉള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ സിദ്ധുവായിട്ട് ഡെയിൻ ഡേവിസ് തന്നെ വരുമോ തന്നെയാണ്. മാക്സിമം ഡെയിൻ ഡേവിസ് തന്നെയായിരിക്കും വരിക. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് പുതുമുഖത്തിനെയും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടാകുമെന്ന രീതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിട്ടിയ അപ്ഡേറ്റ് വെച്ച് മാക്സിമം സിദ്ധു തന്നെ ആയിട്ട് വരുന്നത് ഡെയിൻ ഡേവിസ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആയിരിക്കും കൺഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. ആ ഒരു കഥാപാത്രം ഡെയിൻ ഡേവിസ് ചെയ്താൽ മാത്രമേ അത്രത്തോളം പൂർണ്ണത കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് മാക്സിമം പ്രേക്ഷകരുടെ ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിദ്ധു എന്നൊരു കഥാപാത്രത്തിന് ഇത്രത്തോളം ഹൈപ്പ് സൃഷ്ടിക്കാൻ കാരണവും ഡെയിൻ ഡേവിസ് തന്നെയാണ്. അതുകൊണ്ട് ഡെയിൻ ഡേവിസ് തന്നെ ആ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തന്നെയാണ് ഉപ്പുമുളകും ഭൂരിഭാഗം പേരുടെയും ആഗ്രഹം. ഏതായാലും ഉപ്പുമുളകിലിട്ട് സിദ്ധു ഇനി വരാൻ അധികം ദൂരമൊന്നുമില്ല. ഉറപ്പായിട്ടും ഈ ഒരു ഷെഡ്യൂളിൻ്റെ അവസാനം അല്ലെങ്കിൽ അടുത്ത ഷെഡ്യൂളിൽ തന്നെ സിദ്ധു എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. കൊണ്ടുവരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മാത്രമല്ല ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ഉപ്പുമുളകും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി അടിപൊളിയായിട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് സിദ്ധു എന്നൊരു കഥാപാത്രം എത്രയും പെട്ടെന്ന് വരണം എന്ന് തന്നെയാണ് ഉപ്പുമുളകും എല്ലാ ഫാൻസിൻ്റെയും ആഗ്രഹം. അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.